നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് വേറെ ആപ്ലിക്കേഷൻ എടുക്കും. നമുക്ക് ഫേവറേറ്റ് ആയിട്ട് പല ആപ്ലിക്കേഷൻ കാണും. ചിലപ്പോൾ വാട്സപ്പ്, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, അങ്ങനെ ഒരുപാട് ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഒന്നിന് ക്ലോസ് ചെയ്തിട്ട് അടുത്തെടുക്കും. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫോണിൻ്റെ ഏറ്റവും താഴെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുക വഴി നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആപ്സ് എല്ലാം സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ എൻ്റെ വാട്സപ്പ്, യൂട്യൂബ് എല്ലാം ജസ്റ്റ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും അപ്പും ഡൗൺ ഒക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് വന്നതും, മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹോട്ട്സ്റ്റാർ വന്നതും, യൂട്യൂബ് വന്നതും, അങ്ങനെ ക്യാമറയൊക്കെ ഓപ്പൺ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു താഴെയുള്ള ഹോം ബാർ പോലത്തെ സംഭവത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫേവറേറ്റ് ആയ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ ഓപ്പൺ ആയി വരികയാണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത് പെയ്ഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് താഴെ ലിങ്കിൽ പോയി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എക്സ് ഹോം ബാർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ അതിൻ്റെ പെർമിഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കണം. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 150 രൂപയോളം വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നെ ഫ്രീ ആയിട്ടുള്ള ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ സ്വൈപ്പ് അപ്പ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്വൈപ്പ് അപ്പ് ഡൗൺ എന്നുള്ളതിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. റൈറ്റും ലെഫ്റ്റും അങ്ങനെ നമുക്ക് വേണ്ടതും, അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ വരേണ്ട ഏതാണെന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അതുപോലെ തന്നെ നമുക്ക് താഴെയുള്ള ആ ഒരു ബട്ടണിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ അതിൻ്റെ വെഡ്ത്തും ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണാത്ത രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ബാർ കാണുന്ന പോലും ഇല്ല. അത്രയും എന്താ പറയുക, ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയത്തുമില്ല. വെറുതെ സ്ക്രീനിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പം ഓരോ ആപ്ലിക്കേഷൻ മാറി വരുന്ന രീതിക്ക് തന്നെ വരും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം ഒരു വേറെ തരത്തിലോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് സെറ്റിങ്സ് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ലിങ്കിൽ പോവുക. ലിങ്കിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഫസ്റ്റ് വരിക, ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് ഏറ്റവും അവസാനം വരുമ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും വേറൊരു കളറിൽ. അതിൻ്റെ അവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എന്തൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കാനും മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.